അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൂറത്തുൽ ഹജ്ജിൻ്റെ 30-ാം വചനം മുതലുള്ള ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذلك ومن يعظم حرمات الله فهو خير له عند ربه وأحلت لكم الأنعام إلا ما يتلى عليكم فاجتنبوا الرجس من الأوثان واجتنبوا قول الزور. ذلك ആ പറയപ്പെട്ടത് ومن يعظم حرمات الله, അള്ളാഹു പാവനമാക്കിയ വസ്തുക്കളെ ആരെങ്കിലും ആദരിക്കുകയാണെങ്കിൽ ഫൗവ ഖൈറുൽ ലഹു, അതവന് ഏറ്റവും ഗുണകരമായതാണ് ഇന്ദ റബ്ബിഹി, തൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ. വ ഉഹില്ലത്ത് ലക്കുമുൽ അൻആം, നാൽക്കാലി മൃഗങ്ങളെ നിങ്ങൾക്ക് അനുവദനീയമാക്കപ്പെട്ടിരിക്കുന്നു, എന്നുവെച്ചാൽ ഭക്ഷിക്കാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഇല്ലാമാ യുത്ല അലൈക്കും, നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെടുന്നവ ഒഴിച്ചുള്ള നാൽക്കാലി മൃഗങ്ങളെ. ഫജ്തനിബു റിജ്സ, ഫജ്തനിബു നിങ്ങൾ അകലം പാലിക്കണം, അരിജിസ മിനൽ ഔസാൻ, അരിജിസ അഴുക്കിൽ നിന്ന്, മിനൽ ഔസാനി വിഗ്രഹങ്ങളാകുന്ന അഴുക്കുകളിൽ നിങ്ങൾ ഉപേക്ഷിക്കണം. വജ്തനിബു നിങ്ങൾ വെടിയണം, കൗലസൂർ അസത്യം പറയുന്നത് ഒഴിവാക്കുകയും ചെയ്യുക. ഈ ആയത്തിൻ്റെ മൊത്തത്തിലുള്ള വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ, ذلك ومن يعظم حرمات الله فهو خير له عند ربه وأحلت لكم الأنعام إلا ما يتلى عليكم فاجتنبوا الرجس من الأوثان വജ്തനിബു കൗലസൂർ. അതായത് അള്ളാഹു പാവനമാക്കിയ വസ്തുക്കളെ ആരെങ്കിലും ആദരിക്കുകയാണെങ്കിൽ തൻ്റെ നാദെങ്കിൽ അത് അവന് ഏറ്റവും ഗുണകരമായതാണ്. നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെടുന്നവ ഒഴിച്ചുള്ള മറ്റ് നാൽക്കാലി മൃഗങ്ങളെയെല്ലാം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ വിഗ്രഹങ്ങളാകുന്ന മാലിന്യത്തെ നിങ്ങൾ ഉപേക്ഷിക്കണം, അസത്യം പറയുന്നത് ഒഴിവാക്കുകയും ചെയ്യണം. ഹുനഫാഅ ലില്ലാഹി ഗൈറ മുശ്രിക്കീന ബിഹി വമൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖറ മിനസ്സമാഇ വതഖ്തഫുഹു ത്വയ്റു ഔ തഹ്വീ ബിഹി റീഹു ഫീ മകാനിൻ സഹീഖ്. ഹുനഫാഅ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി വക്രതയില്ലാത്ത മനസ്സോട് കൂടിയവരായി, ഗൈറ മുശ്രിക്കീന ബിഹി അവനോട് യാതൊരു വസ്തുവിനെയും പങ്കു ചേർക്കാതെയും, വമൻ യുശ്രിക് ബില്ലാഹ് ആരെങ്കിലും അള്ളാഹുവിനോട് എന്തിനെയെങ്കിലും പങ്കു ചേർക്കുന്നതായാൽ, ഫകഅന്നമാ ഖറ മിനസ്സമാഇ അപ്പോൾ അവൻ ആകാശത്ത് നിന്ന് വീഴുന്നവനെ പോലെയായി, വതഖ്തഫുഹു ത്വയ്റു എന്നിട്ട് അവനെ പക്ഷി റാഞ്ചിക്കൊണ്ടു പോവുകയോ, ഔ തഹ്വീ ബിഹി റീഹു അല്ലെങ്കിൽ അവനെ കാറ്റ് കൊണ്ടുപോയി നിക്ഷേപിക്കുകയോ, ഫീ മകാനിൻ സഹീഖ് വിദൂരമായ ഏതോ ഒരു സ്ഥലത്ത്. ഒന്നുകൂടി ഇതിൻ്റെ ആശയം കേൾക്കാം.
حنفاء لله غير مشركين به ومن يشرك بالله فكأنما خر من السماء فتخطفه الطير أو تهوي به الريح في مكان سحيق. നിങ്ങൾ അല്ലാഹുവിനു വേണ്ടി വക്രതയില്ലാത്ത മനസ്സോട് കൂടിയവരായി അവനോട് മറ്റ് യാതൊരു വസ്തുവിനെയും പങ്കു ചേർക്കാത്ത അവസ്ഥയിലാകണം. അല്ലെങ്കിൽ ആരെങ്കിലും അല്ലാഹുവിനോട് എന്തിനെയെങ്കിലും പങ്കു ചേർക്കുന്നതായാൽ അവൻ ആകാശത്ത് നിന്ന് വീഴുകയും എന്നിട്ട് അവനെ ഒരു പക്ഷി റാഞ്ചിക്കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ വിദൂരമായ സ്ഥലത്ത് കാറ്റ് കൊണ്ടുപോയി ഇടുകയോ ചെയ്തതുപോലെ ആയിത്തീരും. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. ذلك അതാണ് കാര്യം. ومن يعظم شعائر الله, ആരെങ്കിലും അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ ആദരിക്കുന്നുവെങ്കിൽ ഫൈനഹ, നിശ്ചയമായിട്ടും ആ ആദരവ് മിൻ തഖ്വൽ ഖുലൂബ്, ഹൃദയങ്ങളുടെ ഭക്തിയിൽപ്പെട്ടതാണ്. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. അതാണ് കാര്യം. ആരെങ്കിലും അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ ആദരിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് അവരുടെ ഹൃദയങ്ങളുടെ ഭിത്തിയിൽ നിന്നുള്ളതാണ്. ഇതോടുകൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രിയ സുഹൃത്തുക്കളോട് ഇക്കാര്യത്തിൽ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വീഡിയോകളുടെ വ്യൂവേഴ്സ് പറ്റെ കുറയുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നു. ചിലർ നമ്മുടെ അടുത്ത് ഫോണിലൊക്കെ ബന്ധപ്പെടുന്നവർ ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് ഓരോ സൂറത്ത് മുഴുവനായി ഇല്ലാതെ കുറച്ച് കുറച്ച് വെക്കുന്നുണ്ടാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഇത് മുഴുവനായി ചെയ്യലായിരുന്നു സത്യത്തിൽ ഞാൻ ആഗ്രഹിച്ചത്. ഓരോ സൂറത്തും മുഴുവനായിട്ട് ചെയ്യണമെന്നാണ്. അത് പിന്നെ ചെറിയ ചെറിയ സൂറത്തൊക്കെ ആകുമ്പോൾ പ്രശ്നമില്ല. പക്ഷെ എന്ത് ചെയ്യുന്നറിയാം, സൂറത്ത് വലുതാകുമ്പോൾ 1-2 മണിക്കൂർ ഉണ്ടാകുമ്പോൾ പലർക്കും നെറ്റ് ഉണ്ടാവില്ല. ഈ നെറ്റ് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് അവരിടയ്ക്ക് നിർത്തിയിട്ട് പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് 6-7 മിനിറ്റുള്ള വീഡിയോകളാക്കിയിട്ട് ചുരുക്കുന്നത്. എന്തായാലും ഖുർആൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ അതുമായിട്ട് ബന്ധപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന ഒരു സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്.
സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.